കുപ്പിയും പേസ്റ്റും നമസ്കാരം. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ പറളി പഞ്ചായത്തിലെ 1-ാം വാർഡ് അല്ലേ, രണ്ടാം വാർഡിലാണ്. എൻ്റെ കൂടെയുള്ളത് പറളി ഗ്രാമപഞ്ചായത്തിലെ ഒരു മെമ്പറാണ്, ഒരു ജനകീയ മെമ്പർ തന്നെ പറയാം. അത് പറയാനും കുറേ കാരണങ്ങളുണ്ട്. ഇദ്ദേഹം വന്നിട്ട് രാഷ്ട്രീയ ഭേദമന്യേ എതിരാളികൾ പോലും വ്യക്തിപരമായിട്ട് സ്നേഹിക്കുന്ന ഒരു മെമ്പർ കൂടിയാണ്. മറ്റുള്ളവർ അംഗീകരിക്കില്ല എന്നല്ല, ഇദ്ദേഹം പ്രത്യേകത. ഏത് നിമിഷവും ഇവിടുത്തെ ജനങ്ങൾക്ക്, ഇദ്ദേഹത്തെ സമീപിക്കാം. അതും രാഷ്ട്രീയ ഭേദമന്യേ കക്ഷിവിനെ ആർക്ക് സമീപിക്കാം, എന്ത് സഹായത്തിനും ഇദ്ദേഹം ഒപ്പം ഉണ്ടാവും. എൻ്റെ കൂടെ അദ്ദേഹമാണ് ഗ്രാമപഞ്ചായത്തിലെ 2-ാം വാർഡിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇദ്ദേഹത്തിൻ്റെ മണ്ഡലമായ വാർഡിലെ രണ്ടാം വാർഡിലാണുള്ളത് ഗ്രാമപഞ്ചായത്തിലെ. ഇദ്ദേഹം ശരിക്കും നമസ്കാരം. എത്ര വർഷമായിട്ടുണ്ടാവും ഈ കുളത്തിൻ്റെ അവസ്ഥ? കുളത്തിൻ്റെ ഇപ്പോൾ ഒരു 2022 നമ്മൾ ഈ കുളം തൊഴിലുറപ്പികളെ വെച്ച് തൊഴിലുറപ്പിൽ കുറച്ച് ചണ്ടി വാരലൊക്കെ നീക്കം ചെയ്തതൊക്കെയാണ്. പിന്നെ തൊഴിലുറപ്പ് ഒരു നിയമമുണ്ട്, 3 വർഷം കഴിഞ്ഞിട്ടേ പിന്നെ അടുത്ത വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ 2025 ഇനി അടുത്ത വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും കുളം ചില ആളുകൾ കുളം കയ്യേറിയിട്ടും ഇതൊക്കെയായി ജനങ്ങൾക്ക് ചില വ്യക്തികൾ കുളം കയ്യേറി കുളത്തിലേക്ക് ആളുകൾക്ക് വരാൻ കഴിയാത്തൊരവസ്ഥ വന്ന സമയത്ത് കുളം വരുന്ന വരമ്പെല്ലാം കുത്തിയടച്ച്, അതുമാതിരി തന്നെ മലമ്പുഴ കനാല് വെള്ളം വരുമ്പോൾ കുളത്തിലേക്ക് വെള്ളം തള്ളിവിട്ട് അങ്ങനെ ചളിയും മണ്ണും എല്ലാം വന്ന് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് 2 ആൾക്ക് ഉയരം ഉണ്ടായിരുന്ന ആഴം ഉണ്ടായിരുന്ന കുളം ഇപ്പോൾ മുട്ടിന് വെള്ളമുള്ള അവസ്ഥയിലേക്ക് എത്തി. മാത്രമല്ല അത്രയും വളരെ ദയനീയമായി ചണ്ടിയൊക്കെ നിറഞ്ഞ് ആളുകൾക്ക് കുളിക്കാനും മറ്റുള്ളതും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് ജനങ്ങളുടെ എല്ലാം ഈ പ്രദേശത്തെ ആളുകളുടെ ആവശ്യപ്രകാരമാണ് ഒരു 10-300 കുടുംബത്തിനെങ്കിലും ഈ പ്രദേശത്ത് ഈ ഒരൊറ്റ കുളത്തെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇതിലും വളരെ മോശമായിരുന്നു. അപ്പോൾ ചണ്ടി നിറഞ്ഞിട്ടൊന്നും മുങ്ങാനോ ഇതിനോ പറ്റില്ല. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ കുളത്തിൽ കുളിക്കുന്ന നമ്മുടെ കുട്ടിക്കാലന്മാരി അല്ല. ഇപ്പോൾ എല്ലാവർക്കും വീട്ടിൽ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇവിടെ ഈ പ്രദേശത്ത് ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ഈ കുളത്തിലൊന്ന് വന്ന് മുങ്ങി കുളിക്കുക, അത് നമ്മുടെ ഒരു ആചാര ചടങ്ങുമാരി ഉള്ളതിന് ഇവിടെ ഈ കുളത്തിനെയാണ് ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത്. അത് വളരെയധികം ദയനീയമായ മോശമായി കിടക്കുന്ന സമയത്താണ് കുറച്ച് ചെറുപ്പക്കാർ, കുറച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ, അവരുടെ സേവനന്മാർ, പിന്നെ കുറച്ച് എൻ്റെ കയ്യിൽ നിന്നും കുറച്ച് ഫണ്ട് എടുത്ത് അങ്ങനെയാണ് ഈ കുളം ഇപ്പോൾ ഈ രൂപത്തിലൊന്നും ഇത് കാണാത്തൊരു അവസ്ഥ, കുളം തന്നെ കാണാത്തൊരവസ്ഥയിൽ അങ്ങനെ ചണ്ടി മരങ്ങളെല്ലാം നിറഞ്ഞ് വൃത്തികേടായി കിടക്കുന്നുണ്ടായിരുന്നു. അതിപ്പോൾ വളരെയധികം ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ചണ്ടി പെട്ടെന്ന് വാരിയാൽ പെട്ടെന്ന് പോകുന്നതല്ല. അപ്പോൾ കഴിഞ്ഞ ആഴ്ച വാരി കഴിഞ്ഞിട്ട് ഒരാഴ്ച ഇതിൽ ഒരു 8 പേരുടെ വർക്ക് ഒരാഴ്ച ഉണ്ടായിരുന്നു. അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ പറളി പഞ്ചായത്തിൽ 1,58,000 CFC ട്രേഡ് ഫണ്ടിൽ നിന്നും വെച്ചിട്ടുണ്ട്. ഈ കെട്ടിയതിൻ്റെ ബാക്കി ഭാഗവും കൂടി പൂർത്തീകരിച്ച് കെട്ടുന്നതിന് വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതേമാതിരി തന്നെ നമ്മുടെ കേന്ദ്രമന്ത്രി PJ കുര്യൻ സാറിനും അദ്ദേഹത്തിന് നമ്മൾ ഈ കുളത്തിന് ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഈ നാട്ടിലത്തെ ഒരു
കുടിവെള്ളത്തിനും ഇതിൻ്റെ തൊട്ടതാണ് ജലനിധി ഉള്ളത്. അപ്പോൾ ഈ കുളത്തിൽ വെള്ളം നിറഞ്ഞു നിന്ന ആ ജലനിധിയിൽ കിണറ്റിൽ എപ്പോഴും വെള്ളം ഉണ്ടാവും. അവർക്കും ഉപകാരപ്പെടും. വേനൽക്കാലത്തൊക്കെ ആ ജലനിധിയിൽ വെള്ളം കുറവായിട്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ കുളം നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ ആ കുടിവെള്ളത്തിനും ഗുണം ചെയ്യും, ഈ പ്രദേശത്തുള്ള ആളുകൾക്കും ഇത് വളരെയധികം ഗുണം ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത്. ജനകീയ ഞാൻ ഇദ്ദേഹത്തെ മുന്നിട്ട് പറയല്ല, ഇദ്ദേഹം കുറ്റം ചെയ്താലും തെറ്റും ചെയ്തു പറയും. ശരിക്കും ഇദ്ദേഹം ഇദ്ദേഹത്തെ വെച്ച് മുന്നിലൊരു ഇത് പറയല്ല, പൊങ്ങച്ചും പറയല്ല, ഒരു ജനകീയനായിട്ടുള്ള ഒരു മെമ്പർ തന്നെയാണ്. ഞാൻ പറഞ്ഞു നേരത്തെ സൂചിപ്പിച്ച പോലെ ആർക്കും രാഷ്ട്രീയ ഭേദമന്യേ ആർക്കും ഇദ്ദേഹം വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു മെമ്പർ കൂടിയാണ്. ആർക്ക് എപ്പോഴാണ് ഏത് സമയത്ത് ഇദ്ദേഹം സമീപിക്കുക, എന്താവശ്യം സമീപിക്കുക, അദ്ദേഹം രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഇദ്ദേഹം സഹായം ചെയ്യുന്നതാണ്. എനിക്ക് ജനങ്ങൾ ഈ 2020 പറളി ഗ്രാമപഞ്ചായത്തിൽ ഇങ്ങനെ ഒരു അവസരം, അതായത് 2 മുന്നണികൾ മാത്രം ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർഡിൽ മൂന്നാമതൊരു മുന്നണിക്ക് പ്രസക്തിയില്ലാത്ത സമയത്താണ് ആ മുന്നണിയിൽ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. ജനങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും എന്നോട് സപ്പോർട്ട് ചെയ്തു. അത് കാരണമാണ് എനിക്ക് ഈ വാർഡിൽ ജയിക്കാൻ കഴിഞ്ഞത്. എൻ്റെ ഒരൊറ്റ ഉദ്ദേശം എന്താ വിചാരിച്ചാൽ, ഈ വാർഡിൽ എൻ്റെ ഈ ഒരു വർഷം കൂടിയുള്ള ടൈമിനുള്ളിൽ പരമാവധി വർക്കുകൾ ചെയ്യുക, ജനങ്ങൾക്ക് വേണ്ടി പരമാവധി എല്ലാ പോസ്റ്റുകളിലും ലൈറ്റുകൾ ഇടുക, കുളങ്ങൾ, കുടിവെള്ള സ്രോതസ്സുകളെല്ലാം ഇതാക്കുക, റോഡുകളെല്ലാം ചെയ്യുക. പരമാവധി എന്നോട് ചെയ്യാൻ കഴിയുന്നതെല്ലാം കിട്ടുന്ന. ഇപ്പോൾ ബ്ലോക്കിൽ നിന്ന് നമ്മൾക്ക് 10 ലക്ഷം രൂപയുടെ ഫണ്ട് കിട്ടിയിട്ടുണ്ട് 2 റോഡിന് വേണ്ടിയിട്ട്. അതുമാതിരി തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട MLA നമ്മൾക്ക് ഒരു 4 ലക്ഷം രൂപ നമ്മൾക്കൊരു റോഡിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഈ കുളത്തിന് വേണ്ടിയിട്ടൊരു ഫണ്ട് വെക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ എവിടുന്നായാലും നമ്മളുടെ വാർഡിലേക്ക് പരമാവധി വികസനം കൊണ്ടുവരിക, ഈ കിട്ടിയ അവസരം എനിക്ക് ശരിക്കും ജനങ്ങളിൽ വിനിയോഗിക്കാൻ കഴിയണമെന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹമുള്ളൂ. മറ്റേ വേറൊന്നും ഇതല്ല. അത്രയാണ് ഞാൻ പറഞ്ഞത്. ഇദ്ദേഹം ജനകീയമായിട്ടുള്ള ഇദ്ദേഹം കാണണം. എല്ലാവർക്കും രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരും രാഷ്ട്രീയ എതിരാളികൾ പോലും വ്യക്തിപരമായിട്ട് സ്വകാര്യമായിട്ട് അംഗീകരിക്കാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തി കൂടെ ശ്രീ നാരായണൻകുട്ടി 2ാം വാർഡിലെ പഞ്ചായത്ത്. എന്നാലും പരിചയപ്പെട്ട സന്തോഷം. ഇനി നല്ല നല്ല ഇത് കിട്ടാൻ അനുകരിക്കട്ടെ. അടുത്ത പ്രാവശ്യം ജയിക്കട്ടെ, ജനങ്ങൾ ജയിക്കട്ടെ എന്ന സന്തോഷം. ശരി. ഇപ്പം എൻ്റെ കൂടെ പറളി ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഒരു 2ാം വാർഡിലെ പൊതുപ്രവർത്തനായ ശ്രീ സുദർശനാണ്. ഇദ്ദേഹത്തിനും ഇതിൽ പങ്കാളിത്തം, ഇദ്ദേഹം ഇതിനു വേണ്ടി നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ കൂടെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം സാർ. നമസ്കാരം. നമ്മുടെ കുളം ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ശോചനീയ അവസ്ഥയിലായിരുന്നു. ഇവിടുത്തെ പൊതുപ്രവർത്തകരും അതേപോലെ തന്നെ 2ാം വാർഡ് മെമ്പർ നാരായണൻകുട്ടിയേട്ടൻ്റെ സാന്നിധ്യത്തിൽ ഇപ്പോൾ വളരെ വൃത്തിയായിട്ട് നേരാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ഫണ്ട് വെച്ചിട്ടുണ്ട്. അതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുഭാഗം കെട്ടി വൃത്തിയാക്കാൻ പറ്റുമായിരുന്നു. അതേപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇനി ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ മരണാനന്തര ചടങ്ങുകൾക്കും കൂടി നമുക്ക് കുളം ഉപയോഗിക്കുക. ഇത് എല്ലാവരും പൊതുപ്രവർത്തകർക്കും ഒരു മാതൃകയാവട്ടെ എന്ന് ഞാൻ പറയുന്നു. നന്ദി സുദർശൻ പരിചയപ്പെടുന്ന നന്ദി. ഇനിയും നല്ല വർക്ക് ആയിട്ടുണ്ട്. താങ്കൾ കൂടെ ഉണ്ടാവില്ല, നാരായണൻകുട്ടിയുടെ മെമ്പർ കൂടെ ശക്തമായി തന്നെ കൂടെ ഉണ്ടാവും. നന്ദി. ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. മലമ്പുഴ ഇറിഗേഷൻ കനാലിൽ നിന്നും ഒരു കൈക്കനാലായിട്ട് വരുന്ന ഒരു ഭാഗമാണ് അത്. പണ്ട് മുതൽ തന്നെ ഈ താഴത്തേക്കുള്ള കൃഷിക്കാർക്ക് ഉപയോഗിച്ച് വരുന്ന ഒരു കൈച്ചാലാണ്. ആ ചാല് വൃത്തിയാക്കി ആ ചാലിൽ കൂടി വെള്ളം കൊണ്ടുപോയി കർഷകർ കൃഷി ചെയ്യുന്നതിന് പകരം ഈ കുളത്തിലേക്ക് ഈ വെള്ളത്തിന് നമ്മൾ തൊഴിലുറപ്പ് തൊഴിലാളികളെയൊക്കെ വെച്ച് 2022 ഒരു തുള്ളി വെള്ളം പോലും കുളത്തേക്ക് ഇറങ്ങാത്ത രീതിയിൽ ചെയ്തു വെച്ചാണ്. പക്ഷേ എന്തോന്നുള്ള അറിയില്ല, അവർ രാത്രി കാലങ്ങളിൽ വന്നിട്ട് യഥാർത്ഥ കർഷകരാണെങ്കിൽ അങ്ങനെ ചെയ്യില്ലല്ലോ. ഈ കുളത്തിലേക്ക് വരുന്ന ഭാഗത്തിനൊക്കെ വെട്ടി കുളത്തിലേക്ക് വെള്ളം തള്ളിവിടുകയാണ്. കപടന്മാരായിട്ടുള്ള ആളുകളാണ് ഈ പണി ചെയ്യുന്നത്. അത് വെള്ളം ഇതിലേക്ക് വരുന്നതിനോടൊപ്പം തന്നെ മണ്ണ്, കുപ്പി, വേസ്റ്റ് വെള്ളം, മലിനജലം കുളത്തിലേക്ക് ഇറങ്ങിയാൽ പിന്നെ അതിൽ ആളുകൾക്ക് എന്തെങ്കിലും ഉപയോഗിക്കാനോ ഒന്നും കഴിയാത്ത അവസ്ഥ വരും. അപ്പോൾ ആ ഒരു കാര്യമാണ് വളരെയധികം വിനീതമായി അപേക്ഷിക്കാനുള്ള കർഷകരെ നമ്മൾ ആദരിച്ചുകൊണ്ട് തന്നെ പറയാം.
കർഷകരുടെ ഭാഗത്തു നിന്നും അവർ കനാലുകൾ വൃത്തിയാക്കിയിട്ട് വെള്ളം കൊണ്ടുപോവുക. കുളം ജനങ്ങൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ളതാണ് കുളം. അതേമാതിരി തന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ സൂചിപ്പിച്ച മാതിരി തന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കല്ലേമൂച്ചിക്കൽ മന്നത്തുപറമ്പ് കുടിവെള്ള പദ്ധതി ഉള്ളത്. ആ ജലനിധിയിലേക്കൊക്കെ എല്ലാം വെള്ളം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പ്രയാസമുള്ള സമയത്ത് കിട്ടണമെങ്കിൽ ഈ കുളം നിറഞ്ഞിരുന്നാൽ ആ കിണർ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു കാര്യത്തിന് അതിനിങ്ങനെ സമൂഹദ്രോഹമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത്, മലിനജലം ഒഴുക്കി വിടരുതെന്ന് മാത്രമാണ് പറയാനുള്ളത്. കാര്യം കൂടി പറയാൻ പറ്റുമായി. നമ്മുടെ പറളി ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിൽ ഒരു പഞ്ചായത്ത് കിണർ, ഒരു 30-40 കുടുംബങ്ങൾക്ക് ഒരു ആശ്രയമായിരുന്ന പഞ്ചായത്ത് കിണർ. അവിടെ രാവെന്നല്ല രാത്രി എന്ന പകലല്ല ഫുൾ രാത്രി 3 മണിക്ക് പുലർച്ചെ 2 മണിക്ക് 4 മണിക്ക് വന്ന് വെള്ളമെടുത്ത് പോയി ആശ്രമ പഞ്ചായത്ത് കിണറിൻ്റെ അവസ്ഥ ഞാൻ നേരത്തെ ഒരു വാർത്ത ചെയ്തിരുന്നു. അതും കൂടി അത് ഇദ്ദേഹത്തെ കണ്ടിട്ട് അവിടുത്തെ വാർഡിൽ മെമ്പർമാർ, അവിടുത്തെ പൊതുപ്രവർത്തകരും ഇദ്ദേഹത്തെ ഒരു മാതൃകയാക്കണം. ആ കിണറിൻ്റെ അവസ്ഥ ഒന്ന് ശരിയാക്കണം. അതുപോലെ ഒരു കുളം, അവിടെ തന്നെ ഒരു കുളമുണ്ട്, അവിടെയും കുറേ കുടുംബങ്ങൾ കുളിച്ചിരുന്നതാണ്. അത് ഒരു വ്യക്തിൻ്റെ ആരുടെ എനിക്കറിയില്ല, ആ വ്യക്തികളൊന്നും ഉൾപ്പെട്ടിട്ട് വ്യക്തി ഒരു സഹകരിച്ചാൽ പഞ്ചായത്തിൽ കൊടുത്ത് പഞ്ചായത്ത് അധികൃതർ ഒന്ന് വൃത്തിയാക്കി കിട്ടിയാൽ അവിടുത്തെ സാധാരണ ജനങ്ങൾക്കും കുടുംബങ്ങൾക്കും വളരെ ഉപകാരമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എത്രയും പെട്ടെന്ന് ശരിയാക്കുന്നത് തന്നെ ഞാൻ വിചാരിക്കുന്നു. പറളി ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡിൽ നിന്നും ശ്രീമാൻ നാരായണൻകുട്ടിക്കൊപ്പം സനോജ് മന്ത്ര.